മലയാളത്തിലേക്ക് സ്വാഗതം. കോടികൾ മുടക്കിയ ഒരു ഫ്ലാറ്റോ ഷോപ്പിംഗ് മാളോ വാങ്ങുന്നത് എല്ലാവർക്കും സാധ്യമായ ഒന്നല്ല. എന്നാൽ വെറും ചെറിയ തുക നിക്ഷേപിച്ചുകൊണ്ട് വലിയ വലിയ കെട്ടിടങ്ങളുടെയും വാണിജ്യ സമുച്ചയങ്ങളുടെയും ഉടമസ്ഥാവകാശത്തിൽ പങ്കാളിയാകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? ഇതിനായി നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. വരുമാനം ഉണ്ടാക്കുന്നതിനായി റിയൽ എസ്റ്റേറ്റ് വസ്തുക്കൾ സ്വന്തമാക്കുകയും അവ നിയന്ത്രിക്കുകയും ചെയ്യുന്ന കമ്പനികളെയാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടുകളെ പോലെ തന്നെ നിക്ഷേപങ്ങൾ സമാഹരിക്കുന്ന ഒരു സംവിധാനമാണിത്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവ പ്രധാനമായും റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് നിക്ഷേപം നടത്തുന്നത്. അതിനാൽ ചെറിയ തുകകൾ ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാനുള്ള മറ്റൊരു വഴിയാണിത്. റേറ്റുകളുടെ യൂണിറ്റുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളവയാണ്. വിപണിയിലെ ആവശ്യകതയ്ക്കും ലഭ്യതയ്ക്കും അനുസരിച്ചാണ് ഇതിന്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. ഇതിൽ പ്രധാനമായും 3 ഭാഗങ്ങളാണുള്ളത്: സ്പോൺസർ, മാനേജ്മെന്റ് കമ്പനി, ഒപ്പം ട്രസ്റ്റ്. ട്രസ്റ്റ് യൂണിറ്റ് ഉടമകൾക്ക് വേണ്ടി റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കൾ കൈവശം വെക്കുന്നത് ട്രസ്റ്റ് ആണ്. നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ട്രസ്റ്റിനാണ്. മാനേജ്മെന്റ് കമ്പനി എന്നാൽ റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുക എന്ന ചുമതല വഹിക്കുന്നവരാണ്. റേറ്റുകൾ പ്രധാനമായും 2 രീതികളിലാണ് വരുമാനം കണ്ടെത്തുന്നത്. ഒന്ന് റെന്റൽ ഇൻകം തന്നെയാണ്, അതായത് നിക്ഷേപം നടത്തിയിട്ടുള്ള കെട്ടിടങ്ങളിൽ നിന്നോ സ്ഥലങ്ങളിൽ നിന്നോ ലഭിക്കുന്ന വാടക. ക്യാപിറ്റൽ ഗെയിൻസ് ആണ് അടുത്തത്. റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭമാണിത്. ഉയർന്ന മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളും മോർഗേജുകളും കൈകാര്യം ചെയ്യുന്ന കോർപ്പറേഷനുകളാണിവ. ഉദാഹരണത്തിന് ഇത്തരം കമ്പനികൾ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുകയും അതിൽ നിന്ന് വാടക പിരിച്ചെടുക്കുകയും ചെയ്യും. ഇങ്ങനെ ലഭിക്കുന്ന വാടക പിന്നീട് ഓഹരി ഉടമകൾക്കിടയിൽ വരുമാനമായും ഡിവിഡൻഡായും വിതരണം ചെയ്യുന്നു. സാധാരണഗതിയിൽ വലിയ വിലയുള്ള റിയൽ എസ്റ്റേറ്റ് വസ്തുക്കളുടെ ഉടമസ്ഥാവകാശത്തിൽ പങ്കാളികളാകാനും അതിലൂടെ ഡിവിഡൻഡ് വരുമാനം നേടി സ്വന്തം നിക്ഷേപം വർദ്ധിപ്പിക്കാനും റേറ്റുകൾ നിക്ഷേപകർക്ക് അവസരം നൽകുന്നു. ഇതുവഴി നിക്ഷേപകർക്ക് ഒരേ സമയം തങ്ങളുടെ ക്യാപിറ്റൽ അപ്രിസിയേഷനും കൃത്യമായ വരുമാനം ഉറപ്പാക്കാനും സഹായിക്കുന്നുണ്ട്. വലിയ നിക്ഷേപകർക്കും ചെറിയ നിക്ഷേപകർക്കും ഒരുപോലെ ഈ പദ്ധതിയിൽ പണം നിക്ഷേപിക്കാനും അതിനനുസരിച്ചുള്ള ലാഭം നേടാനും സാധിക്കും. ചെറുകിട നിക്ഷേപകർക്ക് മറ്റ് നിക്ഷേപകരുമായി ചേർന്ന് തങ്ങളുടെ പണം വലിയ വാണിജ്യ റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിൽ നിക്ഷേപിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഡാറ്റാ സെന്ററുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ, അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ തുടങ്ങിയവയെല്ലാം റേറ്റുകളുടെ ഭാഗമായ പ്രോപ്പർട്ടികളിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു കമ്പനി എങ്ങനെയാണ് റേറ്റായി യോഗ്യത നേടുന്നത്? ഇതിന് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ആ സ്ഥാപനം ഒരു ബിസിനസ് ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആയിരിക്കണം. പൂർണ്ണമായും കൈമാറ്റം ചെയ്യാവുന്ന ഓഹരികൾ നൽകുന്നവർ ആയിരിക്കണം. ഒരു ബോർഡ് ഓഫ് ഡയറക്ടർമാരോ അല്ലെങ്കിൽ ട്രസ്റ്റുകളോ ആയിരിക്കണം ഇത് നിയന്ത്രിക്കേണ്ടത്. കുറഞ്ഞത് 100 ഓഹരി ഉടമകളെങ്കിലും ഉണ്ടായിരിക്കണം. ഓരോ നികുതി വർഷത്തിലും കമ്പനിയുടെ 50%-ലധികം ഓഹരികൾ 5-ൽ താഴെ വ്യക്തികൾ കൈവശം വെക്കാൻ പാടുള്ളതല്ല. നികുതി വിധേയമായ വരുമാനത്തിന്റെ കുറഞ്ഞത് 90%-എങ്കിലും ഡിവിഡൻഡായി നൽകിയിരിക്കണം. മൊത്തം വരുമാനത്തിന്റെ കുറഞ്ഞത് 75%-എങ്കിലും വാടകയിൽ നിന്നോ മോർഗേജ് പലിശയിൽ നിന്നോ ലഭിക്കുന്നതായിരിക്കണം. കോർപ്പറേഷന്റെ ആകെ ആസ്തിയുടെ പരമാവധി 20% മാത്രമേ നികുതി നൽകേണ്ടുന്ന റേറ്റ് സബ്സിഡിയറി കമ്പനികൾ നിക്ഷേപിക്കാൻ പാടുള്ളൂ. നിക്ഷേപ ആസ്തികളുടെ കുറഞ്ഞത് 75%-എങ്കിലും റിയൽ എസ്റ്റേറ്റ് മേഖലയായിരിക്കണം. റേറ്റുകളുടെ മൊത്തം വരുമാനത്തിന്റെ കുറഞ്ഞത് 95%-എങ്കിലും നിക്ഷേപിക്കപ്പെട്ടിരിക്കണം. പൊതുവെ അവ കൈകാര്യം ചെയ്യുന്ന ബിസിനസ് രീതികളും ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന രീതികളും അനുസരിച്ച് റേറ്റുകളെ തരംതിരിക്കാവുന്നതാണ്. ഒന്ന് ഇക്വിറ്റി റേറ്റുകൾ തന്നെയാണ്. ഇതാണ് ഏറ്റവും പ്രചാരമുള്ള തരം. വരുമാനം ലഭിക്കുന്ന വാണിജ്യ കെട്ടിടങ്ങൾ സ്വന്തമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലാണ് ഇവ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇവയുടെ പ്രധാന വരുമാന മാർഗം വാടകയാണ്. 2 മോർഗേജ് റേറ്റുകളാണ്. ഇവ വസ്തു ഉടമകൾക്ക് പണം കടം നൽകുകയും മോർഗേജ് സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. കൂടാതെ മോർഗേജ് അധിഷ്ഠിത സെക്യൂരിറ്റികൾ വാങ്ങുകയും ചെയ്യുന്നു. കടം നൽകുന്ന പണത്തിന് ലഭിക്കുന്ന പലിശയാണ് ഇത്തരം റേറ്റുകളുടെ പ്രധാന വരുമാനം. 3 ഹൈബ്രിഡ് റേറ്റുകളാണ്. ഇക്വിറ്റി റേറ്റുകളെയും മോർഗേജ് റേറ്റുകളുടെയും ഒരു മിശ്രിതമാണിത്. അതായത് വാടകയിൽ നിന്നും പലിശയിൽ നിന്നും ഒരുപോലെ വരുമാനം ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് നിക്ഷേപകർക്ക് കൂടുതൽ വൈവിധ്യം നൽകുന്നു. പ്രൈവറ്റ് റേറ്റുകളാണ് അടുത്തത്. ഇവ തിരഞ്ഞെടുത്ത നിക്ഷേപകർക്കായി മാത്രം പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകളാണ്. ഇവ സാധാരണയായി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടാറില്ല. കൂടാതെ സെബിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുമില്ല. 5 പബ്ലിക് ട്രേഡഡ് റേറ്റുകളാണ്. ഇവയുടെ ഓഹരികൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും സെബിയുടെ നിയന്ത്രണത്തിലുള്ളതുമാണ്. സാധാരണ നിക്ഷേപകർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി എളുപ്പത്തിൽ ഇത്തരം ഓഹരികൾ വാങ്ങാനും വിൽക്കാനും സാധിക്കും. 6-മത്തേത് പബ്ലിക് നോൺ ട്രേഡഡ് റേറ്റുകളാണ്. ഇവ സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്, എന്നാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല.
പബ്ലിക് ട്രേഡഡ് റേറ്റുകളെ അപേക്ഷിച്ച് ഇവയിൽ ലിക്വിഡിറ്റി, അതായത് പണമാക്കാനുള്ള എളുപ്പം കുറവാണ്. എങ്കിലും വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ ഇവയെ ബാധിക്കാത്തതിനാൽ കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും. റേറ്റുകളുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റേറ്റുകളിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് ഇനി പറയുന്ന ഗുണങ്ങൾ ലഭിക്കുന്നു. സ്ഥിരമായ ഡിവിഡൻഡ് വരുമാനവും മൂലധന വർധനവും തന്നെയാണ് ആദ്യത്തേത്. റേറ്റുകളിലെ നിക്ഷേപം മികച്ച രീതിയിലുള്ള ഡിവിഡൻഡ് വരുമാനം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപത്തിന്റെ മൂല്യം സ്ഥിരമായി വർദ്ധിക്കാനും ഇത് സഹായിക്കും. വൈവിധ്യവൽക്കരണത്തിലുള്ള അവസരം തന്നെയാണ് മറ്റൊരു നേട്ടം. മിക്ക റേറ്റുകളും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിരന്തരമായി വ്യാപാരം ചെയ്യപ്പെടുന്നവയാണ്. ഇത് നിക്ഷേപകർക്ക് അവരുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിൽ വൈവിധ്യം കൊണ്ടുവരാൻ മികച്ച അവസരം നൽകുന്നുണ്ട്. ഇടപാടുകളിലെ ട്രാൻസ്പെറൻസിയാണ് മറ്റൊരു ഗുണം. സെബിയുടെ നിയന്ത്രണത്തിലുള്ളതിനാൽ പ്രൊഫഷണലുകൾ ഓഡിറ്റ് ചെയ്ത സാമ്പത്തിക റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ റേറ്റുകൾ ബാധ്യസ്ഥരാണ്. നികുതി, ഉടമസ്ഥാവകാശം, സോണിംഗ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നത് വഴി മുഴുവൻ പ്രക്രിയയും സുതാര്യമാകുന്നു. ലിക്വിഡിറ്റി അഥവാ പണലഭ്യതയാണ് മറ്റൊരു നേട്ടം. മിക്ക റേറ്റുകളും പബ്ലിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വ്യാപാരം നടത്തുന്നവയാണ്. അതിനാൽ ഇവ എളുപ്പത്തിൽ വാങ്ങാനും വിൽക്കാനും സാധിക്കും. ഇത് നിക്ഷേപകർക്ക് മികച്ച പണലഭ്യത ഉറപ്പാക്കുന്നുണ്ട്. ഇനി റേറ്റുകളുടെ ലിമിറ്റേഷൻസ് കൂടെ മനസ്സിലാക്കാം. നികുതി ആനുകൂല്യങ്ങൾ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പരിമിതി. നികുതി ലാഭിക്കുന്ന കാര്യത്തിൽ റേറ്റുകൾ അത്ര സഹായകരമല്ല. ഉദാഹരണത്തിന് റേറ്റ് കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന ഡിവിഡൻഡുകൾ നികുതിക്ക് വിധേയമാണ്. വിപണിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളാണ് അടുത്തത്. വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാണ് എന്നതാണ് റേറ്റുകളുമായി ബന്ധപ്പെട്ട പ്രധാന റിസ്ക്. അതിനാൽ കുറഞ്ഞ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ ലാഭം ഉണ്ടാക്കാനുള്ള ശേഷിയെക്കുറിച്ച് മുൻകൂട്ടി വിലയിരുത്തേണ്ടതുണ്ട്. കുറഞ്ഞ വളർച്ചാ സാധ്യത ഒരു പരിമിതിയാണ്. റേറ്റുകളുടെ കാര്യത്തിൽ മൂലധന വർധനവിനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. കാരണം ഇവയുടെ ആകെ വരുമാനത്തിന്റെ 90% നിക്ഷേപകർക്ക് തിരികെ നൽകുന്നുണ്ട്. ബാക്കിയുള്ള 10% മാത്രമാണ് ബിസിനസ്സിൽ വീണ്ടും നിക്ഷേപിക്കുന്നത്. ശരിക്കും ആരാണ് റേറ്റ് നിക്ഷേപം കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്? ഉയർന്ന മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ സ്വന്തമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനാൽ റേറ്റുകൾ ഏറ്റവും വിലയേറിയ നിക്ഷേപ മാർഗങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. തൽഫലമായി കൈവശം വലിയ തുകയുള്ള നിക്ഷേപകരാണ് സാധാരണയായ റേറ്റുകളിൽ പണം നിക്ഷേപിക്കുന്നത്. ഉദാഹരണത്തിന് ഇൻഷുറൻസ് കമ്പനികൾ, എൻഡോവ്മെന്റുകൾ, ബാങ്ക് ട്രസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, പെൻഷൻ ഫണ്ടുകൾ തുടങ്ങിയ വൻകിട സ്ഥാപന നിക്ഷേപകർക്ക് ഈ സാമ്പത്തിക മാർഗങ്ങളിൽ നിക്ഷേപിക്കാവുന്നതാണ്. അതേസമയം ഒരാളുടെ റിട്ടയർമെന്റ് പ്ലാനിൽ റേറ്റുകൾ ഉൾപ്പെടുത്തുന്നത് പല വിധത്തിൽ ഗുണകരമാകും. കാരണം റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടുത്തുന്നതിലൂടെ ഒരാൾക്ക് തന്റെ നിക്ഷേപങ്ങളെ വൈവിധ്യവൽക്കരിക്കാൻ സാധിക്കുന്നു. ഇവ നേരിട്ട് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം നിക്ഷേപകനില്ല. കൂടാതെ വിപണി താഴേക്ക് പോകുമ്പോൾ ഓഹരികളെ പോലെ വേഗത്തിൽ റേറ്റുകളുടെ മൂല്യം ഇടിയാറില്ല. ഒപ്പം റേറ്റുകളുടെ മൂല്യം വർദ്ധിക്കുമ്പോൾ നിക്ഷേപകർക്ക് വലിയ ലാഭം ലഭിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇത്തരം കമ്പനികൾ അവരുടെ നികുതി വിധേയമായ വരുമാനത്തിന്റെ 90% ഓഹരി ഉടമകൾക്ക് വിതരണം ചെയ്യേണ്ടതുണ്ട്. ഇത് നിക്ഷേപകർക്ക് ഒരു സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നുണ്ട്. ഏകദേശം 6 വർഷത്തെ ബിസിനസ് സൈക്കിൾ പിന്തുടരുന്ന ഓഹരികളിൽ നിന്നും ബോണ്ടുകളിൽ നിന്നും വ്യത്യസ്തമായി റേറ്റുകൾ റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ ചലനങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നു. ഇത്തരം ചലനങ്ങൾ ഒരു ദശാബ്ദത്തിലധികം നീണ്ടു നിൽക്കാറുള്ളതിനാൽ ദീർഘകാല നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്കും റിട്ടയർമെന്റ് പ്ലാനിംഗ് ഇന്നും വളരെ അനുയോജ്യമാണ്. ഗവേഷണങ്ങൾ പ്രകാരം ദീർഘകാല അടിസ്ഥാനത്തിൽ പണപ്പെരുപ്പത്തിന്റെ ആഘാതങ്ങളെ ചെറുക്കാൻ റേറ്റുകൾ സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 5 വർഷം വരെ നിക്ഷേപം നിലനിർത്തുന്നതിലൂടെ ഓഹരികളെക്കാൾ ഫലപ്രദമായി പണപ്പെരുപ്പത്തിൽ നിന്ന് പണത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. റേറ്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് റേറ്റുകളിൽ നിക്ഷേപിക്കേണ്ടത്? സാധാരണ ഓഹരികളെ പോലെ തന്നെ പ്രമുഖ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക റേറ്റുകൾ ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർക്ക് തീരുമാനിക്കാം. ഇത് പ്രധാനമായും 3 രീതിയിൽ ചെയ്യാവുന്നതാണ്. റേറ്റുകളിൽ നേരിട്ട് നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഓഹരി വിപണിയിലൂടെ ഇത് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടുകൾ തന്നെയാണ് അടുത്ത മാർഗം. ഈ മാർഗം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിക്ഷേപകർക്ക് അവരുടെ പോർട്ട്ഫോളിയോയിൽ വലിയ രീതിയിലുള്ള വൈവിധ്യവൽക്കരണം കൊണ്ടുവരാൻ സാധിക്കും. ഇതൊരു പരോക്ഷ നിക്ഷേപ രീതിയായതിനാൽ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി വഴിയാണ് നിക്ഷേപം നടത്തുക. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ് അടുത്തത്. ഈ നിക്ഷേപ രീതിയിലൂടെ നിക്ഷേപകർക്ക് പ്രോപ്പർട്ടികളിൽ പരോക്ഷമായ ഉടമസ്ഥാവകാശം ലഭിക്കുകയും വൈവിധ്യവൽക്കരണത്തിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും റേറ്റ് ഒരു നിക്ഷേപ മാർഗം എന്ന രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകളോട് സാമ്യമുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടുകൾ ബോണ്ടുകളിലോ ഓഹരികളിലോ നിക്ഷേപിക്കുമ്പോൾ റേറ്റുകൾ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളിലാണ് നിക്ഷേപം നടത്തുന്നത് എന്നത് മാത്രമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. കൂടാതെ അനുയോജ്യമായൊരു റേറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും നിക്ഷേപകർക്ക് ഫൈനാൻഷ്യൽ അഡ്വൈസർമാരുടെ സഹായം തേടാവുന്നതാണ്. നിക്ഷേപകർക്ക് ഒരു നിശ്ചിത റേറ്റിന്റെ ഗുണനിലവാരം ഫലപ്രദമായി വിലയിരുത്താൻ സാധിക്കുമോ?
തീർച്ചയായും സാധിക്കും. ഏതെങ്കിലും ഒരു റേറ്റിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് ഉയർന്ന ഡിവിഡൻഡ് നൽകുന്നതിൽ മികച്ച ചരിത്രമുള്ള കമ്പനികളെ നിക്ഷേപകർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. കൂടാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഉറപ്പാക്കുന്നതിൽ കമ്പനിക്കുള്ള പങ്കും വിശകലനം ചെയ്യാം. ദീർഘകാലത്തേക്ക് നിക്ഷേപം നിലനിർത്താൻ നിർബന്ധമില്ലാത്തവർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി ഓഹരികൾ വാങ്ങിക്കൊണ്ട് തങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യാം. വ്യത്യസ്ത തരം പ്രോപ്പർട്ടികളും വിവിധ മേഖലകളിലെ വാടകക്കാരുമുള്ള റേറ്റുകളിൽ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കുക. റേറ്റുകളിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളോ ETF-കളോ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത്തരം ഫണ്ടുകൾക്ക് പ്രൊഫഷണൽ മാനേജ്മെന്റ് സഹായമുള്ളതിനാൽ നിക്ഷേപങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഈ മേഖലയിൽ വർഷങ്ങളായി പ്രവൃത്തി പരിചയമുള്ളതും വിദഗ്ധരായ ഒരു കോർ ടീം ഉള്ളതുമായ കമ്പനികളെ തിരഞ്ഞെടുക്കുന്നതും കൂടുതൽ പ്രയോജനകരമായിരിക്കും. അവസാനമായി, തങ്ങളുടെ നിക്ഷേപത്തിന് എങ്ങനെയാണ് പ്രതിഫലം ലഭിക്കുക എന്നതിനെക്കുറിച്ച് നിക്ഷേപകർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന്, റേറ്റ് മാനേജ്മെന്റ് ടീമിനെയും അവരുടെ പ്രവർത്തന റെക്കോർഡുകളെയും ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് പോലുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കണം. അതുപോലെ പരമാവധി ലാഭം ഉറപ്പാക്കുന്നതിനായി നിക്ഷേപം നടത്തുന്നതിന് മുൻപ് റേറ്റിന്റെ EPS വളർച്ചയും നിലവിലെ ഡിവിഡൻഡ് വരുമാനവും കണക്കിലെടുക്കുന്നത് നന്നായിരിക്കും. സാധാരണയായി റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാൻ വലിയ തുക ആവശ്യമാണ്. എന്നാൽ റേറ്റുകൾ വഴി നിക്ഷേപകർക്ക് വളരെ ചെറിയ തുകകൾ ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ ഭാഗമാകാൻ സാധിക്കും. പണം എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്നും നിക്ഷേപത്തിന്റെ നിലവിലെ മൂല്യം എത്രയാണെന്നും നിക്ഷേപകർക്ക് കൃത്യമായി അറിയാൻ സാധിക്കും. കൃത്യമായ ഇടവേളകളിൽ ഇവ പരസ്യപ്പെടുത്താറുണ്ട്. ഇന്ത്യയിൽ റേറ്റുകൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഇത് നിക്ഷേപകർക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നുണ്ട്.